Kerala Cooperative Expo 2025-ലേക്ക് ഏവർക്കും സ്വാഗതം. We are going to begin with our seminar session on the topic Constitutional Promise for Cooperatives. The session is being inaugurated by Sri K. Rajan Sir, Honorable Minister for Revenue and Housing. Under India's federal framework, cooperatives are governed by state law, but recent central interventions threaten their autonomy. This session will explore the constitutional evolution of cooperative governance, the impact of centralization, and the conflict between cooperatives and neoliberal policies, with a focus on preserving Kerala's decentralized democratic cooperative model. ആദ്യം തന്നെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു ശ്രീ ആർ വി സരീന്ദ്രകുമാർ സർ, ചെയർമാൻ സെമിനാർ കമ്മിറ്റി. വെൽക്കമിംഗ് യു സർ. സെമിനാറിൽ പങ്കെടുക്കുന്ന ആദരണീയരായ റവന്യൂ ഹൗസിംഗ് മിനിസ്റ്റർ ശ്രീ കെ രാജൻ, ബഹുമാന്യനായ ശ്രീ സി കെ ഹരീന്ദ്രൻ MLA, ആദരണീയനായ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണക്കുറുപ്പ്, ആൾ ഇന്ത്യ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബിജു കൃഷ്ണൻ, അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ, ശ്രീ P സന്തോഷ് കുമാർ, ശ്രീ പ്രൊഫസർ HS ശൈലേന്ദ്ര, ശ്രീ ഗണേഷ് ഗോപാൽ, ഡോക്ടർ C പിച്ചൈ, യോഗത്തിൽ പങ്കെടുക്കുന്ന സഹകാരികൾ, സ്നേഹിതരായ സുഹൃത്തുക്കളെ, കോപ്പറേറ്റീവ് എക്സ്പോ 2025 കഴിഞ്ഞ 21-നാണ് ഇവിടെ ആരംഭിച്ചത്. 22 മുതൽ നമ്മൾ സെമിനാർ സംഘടിപ്പിച്ചു. ഇന്നതിൻ്റെ 10ാമത്തെ സെമിനാറിൽ എത്തിച്ചേരുകയാണ്. ഇന്നത്തെ സെമിനാറിൻ്റെ വിഷയം കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോമിസ് ഫോർ കോപ്പറേറ്റീവ്സ്, ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾ സഹകരണ പ്രസ്ഥാനത്തിന് എത്രമാത്രം നൽകുന്നു എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് ചർച്ചപ്പെടുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സദസ്സാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വീണ്ടും വീണ്ടും നമുക്ക് സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തണമെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നതായ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹകരണ മേഖലയിലേക്കുള്ള കടന്നുകയറ്റത്തെ നമുക്കെങ്ങനെ ഒരു സംസ്ഥാന വിഷയമായ സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാൻ, സംരക്ഷിക്കാൻ കഴിയുമെന്ന് യോഗം ചർച്ച ചെയ്യപ്പെടുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. 97ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ നമുക്ക് ഭരണഘടനയിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ടു. മൗലിക അവകാശത്തിൽ 19(1) ആയി സഹകരണ സംഘങ്ങൾ നമുക്ക് അംഗങ്ങളാകുക, അതിൽ പ്രവർത്തിക്കുക എന്നത് ഒരു ഉത്തരവാദിത്വമായി നമുക്ക് അനുവദിച്ചു തന്നു. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ 43(b) ആയി ഓരോ സംസ്ഥാനത്തിൻ്റെയും ഉത്തരവാദിത്വമായി ആ സഹകരണ പ്രസ്ഥാനത്തെ രൂപീകരിക്കുക, പ്രൊമോട്ട് ചെയ്യുക, അതിലേക്ക് ധാരാളമായ ആളുകളെ ഉൾപ്പെടുത്തുക എന്ന നിലയിലേക്കുള്ളൊരു വ്യവസ്ഥയും വന്നു. ഇതെല്ലാം കാണിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനം, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ സഹകരണ പ്രസ്ഥാനം നേടിയിട്ടുള്ള വിജയത്തിൻ്റേതായ ഒരു ഭാഗമാണെന്ന് കൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. മറ്റു തര കാര്യങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രിയും അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ജനറൽ ബഹുമാന്യനായ ശ്രീ ഗോപാലകൃഷ്ണക്കുറുപ്പെല്ലാം നന്നായി വിശദീകരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ബഹുമാന്യനായ ശ്രീ MLA ശ്രീ സി കെ ഹരീന്ദ്രനെ യോഗത്തിന് വേണ്ടി, സെമിനാർ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന റവന്യൂ ഹൗസിംഗ് വകുപ്പ് മന്ത്രി ശ്രീ രാജൻ ഈ യോഗത്തെ ഉദ്ഘാടനം ചെയ്യുക, ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയാണ്. അദ്ദേഹത്തെ ഈ സെമിനാറിന് വേണ്ടി, കോപ്പറേറ്റീവ് എക്സ്പോയ്ക്ക് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ ആദരണീയനായ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ ഗോപാലകൃഷ്ണക്കുറുപ്പിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൾ ഇന്ത്യ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറി
ശ്രീ ബിജു കൃഷ്ണൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഒരു 11:30 ഈ യോഗത്തിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ആദ്യത്തെ ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. അന്ന് നമ്മുടെ മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് നമ്മളന്ന് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് പൊതുപരിപാടികളെന്ന പൊതു അവധിയായതുകൊണ്ട് ദുഃഖാചരണമായതുകൊണ്ടാണ് അന്ന് MLAയും മന്ത്രിയൊക്കെ തന്നെ അന്ന് പങ്കെടുക്കാതിരുന്നത്. അദ്ദേഹം ഏതായാലും ഈ സെമിനാറിൽ എത്തിച്ചേരുന്നു എന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിനും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ പി സന്തോഷ് കുമാർ, ഡയറക്ടർ ലെജിസ്ലേഷൻ ICA ഗ്ലോബൽ ബ്രസൽസ്, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ HS ശൈലേന്ദ്ര, അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഗണേഷ് ഗോപാൽ, അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ C പിച്ചൈ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ബഹുമാന്യരെയും സഹകാരികളെയും ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നവരെ എല്ലാം തന്നെ സെമിനാർ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിന് ശ്രീ CK ഹരീന്ദ്രൻ MLA സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, വേദി തികച്ചും സമ്പന്നമാണ്. കോപ്പറേറ്റീവ് എക്സ്പോ 2025 ഒരുക്കുന്ന ഈ പരിപാടിയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോമിസ് ഫോർ കോപ്പറേറ്റീവ്സ് എന്ന ഒരു വിഷയം ചർച്ചയ്ക്ക് വേണ്ടി എടുത്തതിൽ വകുപ്പിനെയും ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രത്യേകിച്ച് ഞാൻ അനുമോദിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലയളവിൽ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ ധനവിനിയോഗത്തിൽ 40% ധനവിനിയോഗം നടത്തുന്ന ഒരു മേഖലയാണ് കോപ്പറേറ്റീവ് സെക്ടർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മേഖലയിൽ ഈ അടുത്ത കാലത്തായി, പ്രത്യേകിച്ച് 2023 ആഗസ്റ്റോടുകൂടി പാർലമെൻറ്റ് പാസാക്കിയ ഒരു നിയമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾക്ക് മേൽ ഒരു കടന്നുകയറ്റം നടത്തിയിരിക്കുന്നു എന്ന ആകുലതയാണ് പൊതുവായി സഹകരണ മേഖലയുമായി അടുത്തു നിൽക്കുന്നവർക്ക് ഇന്ന് നിലവിലുള്ളത്. ഇവിടെ ഭരണഘടനാപരമായി 96 വിഷയങ്ങൾ യൂണിയനും 66 വിഷയങ്ങൾ സ്റ്റേറ്റിനും 47 വിഷയങ്ങൾ കൺകറൻ്റ് ലിസ്റ്റിലും. ഇത് ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളാണ്. അതുവഴിയാണ് അതിനകത്തു നിന്ന് പ്രവർത്തിക്കുന്നവരാണ് നമ്മളെല്ലാം ഭരണഘടനയ്ക്ക് അനുസരിച്ച്. ഇതിൽ സ്റ്റേറ്റ് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ നിയമം വഴി അതിനെ കോപ്പറേറ്റീവ് മേഖലയെ എങ്ങനെ സമ്പന്നമാക്കാം എന്നതിനെക്കുറിച്ചുള്ള നിയമങ്ങൾ കാലാകാലങ്ങളിൽ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. യൂണിയൻ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവരും ചെയ്യുന്നുണ്ട്. എന്നാൽ കൺകറൻ്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങൾ പാർലമെൻറ്റും നിയമസഭയും കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ സ്റ്റേറ്റിൻ്റെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റത്തിന് വേണ്ടിയുള്ള ഒരു നിയമം അടുത്തിടെ പാർലമെൻറ്റിൽ പാസ്സാക്കിക്കൊണ്ട് നിലവിലുള്ള നിയമങ്ങൾ മുഴുവൻ അട്ടിമറിക്കാനുള്ള പരിശ്രമത്തിലാണ്. ഇന്നിപ്പോൾ പാർലമെൻറ്റ് കൊണ്ടുവന്ന നിയമത്തിൽ 49 ഭേദഗതികളാണ് എന്നാണ് ഞാൻ അറിയുന്നത്. 49 ഭേദഗതികൾ. അതിലൂടെ സംസ്ഥാനങ്ങളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഭരണഘടന അനുശാസിക്കുന്ന നിലയിൽ സ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന സഹകരണ മേഖലയ്ക്ക് ഏതു നിമിഷം വേണമെങ്കിലും മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾക്ക് ലയിക്കാൻ കഴിയുന്ന തീരുമാനമെടുത്താൽ മതിയെന്നാണ്. 2/3 പൊതുയോഗം വിളിച്ചു ചേർത്ത് 2/3 ഭൂരിപക്ഷമുണ്ടെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളിലേക്ക് നമുക്ക് ലയിക്കാൻ കഴിയും.
അതിനുള്ളൊരു ഭേദഗതി ആ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുവഴി ലയനം മാത്രമല്ല, ഏതു സംഘങ്ങൾക്കും മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളായി സ്വയം വളരാനും രൂപീകരിക്കാനുമുള്ള അവസരമുണ്ടാവുകയാണ് ഇതുവഴി. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ രജിസ്ട്രാറുടെയോ അനുമതി കൂടാതെ തന്നെ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളായി രൂപം കൊള്ളാനുള്ള സൗകര്യമാണ് ഈ ഭേദഗതിയിലൂടെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. കേരളത്തിലെ ഗ്രാമീണ സമ്പദ്ഘടനയെ സഹായിക്കുന്ന 2.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപവും 1.86 ലക്ഷം കോടി രൂപയുടെ ട്രാൻസാക്ഷനും വായ്പയും വിതരണം ചെയ്യുന്ന ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹകരണ മേഖലയെയാണ് ഇത്തരം നിയമങ്ങൾ വഴി, ഇടക്കാല നിയമങ്ങൾ വഴി പാർലമെൻറ്റ് ഇതിനകത്തേക്ക് കടന്നു കയറാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും സുതാര്യമായും ജനാധിപത്യപരമായും പ്രവർത്തിച്ചു പോരുന്ന ഒരു സഹകരണ പ്രസ്ഥാനത്തിന് മേൽ ആധിപത്യമുറപ്പിക്കാനും കടന്നു കയറാനും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഫെഡറൽ സിസ്റ്റത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നടത്താൻ ശ്രമിക്കുന്ന ഈ നീക്കം കേരളീയ സമൂഹത്തിൽ വല്ലാത്ത ആകുലതകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാഴ്ചപ്പാടാണ് ഈ കാര്യത്തിൽ എനിക്കും ഉള്ളത് എന്നാണ് എനിക്ക് ഈ സെമിനാറിൽ ആമുഖമായി പറഞ്ഞു വയ്ക്കാനുള്ളത്. ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു ആഗോളവൽക്കരണ കാലത്ത് രാജ്യത്ത് നിലനിൽക്കുന്ന ഫെഡറൽ സിസ്റ്റത്തെ എങ്ങനെയാണ് ദുർവിനിയോഗം ചെയ്യാൻ കഴിയുന്നതെന്ന് ഈ നിയമം പാസ്സാക്കുന്നത് വഴി നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഇത് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, കമ്മ്യൂണിസ്റ്റ് ലീഗിന് വേണ്ടി മാർക്സും എംഗൽസും തയ്യാറാക്കുന്ന ഘട്ടത്തിൽ എഴുതി ചേർത്താണ്. 1848 ലോകം സാമ്രാജ്യത്വത്തിൽ നിന്ന് വളർന്നു വന്ന് പുതിയ മേഖലകൾ കണ്ടെത്തുമ്പോൾ ധനത്തിന് രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിക്കേണ്ടി വരുമെന്നും ധനത്തിന് കുന്നുകൂട്ടാനും അതിനെ വ്യാപരിക്കാനുമുള്ള ഇടം തേടി വരുമെന്നും, അങ്ങനെ ഇടം തേടി വരുന്ന ധനത്തിന് ലോകം മുഴുവൻ കുത്തൊലിപ്പ് നടത്തി ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യം സാധ്യമാക്കാൻ ഒരുപാട് പരിശ്രമം നടത്തുമെന്നും 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വഴി എംഗൽസും മാർക്സും വരച്ചു കാണിച്ച ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. നമുക്കിപ്പോഴാണത് ബോധ്യമാവുന്നത്. ആഗോളവൽക്കരണത്തിൻ്റെ കാലത്ത് ധനത്തിൻ്റെ കുത്തൊഴുക്ക് അഥവാ ധനത്തിൻ്റെ വ്യാപനം ഏതു നിലയിലാണ് ലോകമെമ്പാടും വ്യാപരിക്കുന്നത്, അവ വിന്യസിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യയിൽ ആഗോളവൽക്കരണ നടപടികൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ എല്ലാ മേഖലയും അതിർത്തികൾ ഭേദിച്ചു കടന്നുകയറും, ജനാധിപത്യ സംവിധാനങ്ങൾ മുഴുവൻ അട്ടിമറിക്കപ്പെടും എന്നുള്ളതിൻ്റെ സൂചനകളാണ് പല നിലയിലും നമ്മൾ കണ്ടുവരുന്നത്. ആ കൂട്ടത്തിൽ കേരളത്തിലെ 2.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപവും 1.86 ലക്ഷം കോടി രൂപയുടെ വായ്പാ പദ്ധതിയും നടത്തി ഗ്രാമീണ സമ്പദ്ഘടനയെ പോറ്റി വളർത്തുന്ന സഹകരണ മേഖലയ്ക്ക് നേരെ ഉയർത്തുന്ന ഒരു വെല്ലുവിളിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനാധിപത്യം വീണ്ടെടുക്കുക മാത്രമല്ല, സഹകരണ മേഖലയിൽ കോൺസ്റ്റിറ്റ്യൂഷണലായി നമുക്ക് കിട്ടേണ്ട സൗകര്യങ്ങളും അവയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാനും ഏറ്റവും ശ്രദ്ധാപൂർവം ഇടപെടുകയും ജാഗ്രതയോടുകൂടി വീക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു സന്ദർഭത്തിലാണ് ഈ അജണ്ട വെച്ചുകൊണ്ട് അഥവാ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുന്നത് എന്ന ഗൗരവം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് എടുത്തു പോരുന്ന ചില നടപടികളുണ്ട്. ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവന്ന ചില ഭേദഗതികളും സംസ്ഥാനത്തിനകത്തു നിന്നുകൊണ്ട് ഈ മേഖലയെ സംരക്ഷിക്കാനും വേണ്ടുന്ന പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ ഇതിനെ തകർക്കാൻ EDA പോലുള്ളവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പരിശ്രമങ്ങളുമുണ്ട്. ആ കുൽസിതമായ ശ്രമത്തിനെതിരായി ശക്തമായി സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള ഒരു ശക്തമായ ഇടപെടലും ശക്തമായിട്ടുള്ള ബഹുജന ഇടപെടലുകളും ഈ രംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിലെ ജനാധിപത്യം സംരക്ഷിക്കാൻ സഹകരണ മേഖലയിലെ ജീവനക്കാർക്കും അതുപോലെ ഭരണസമിതികൾക്കും ഒക്കെ കഴിയേണ്ടതുണ്ട്, പൊതുസമൂഹത്തിന് കഴിയേണ്ടതുണ്ട് എന്ന അഭിപ്രായം കൂടെ ഞാൻ പങ്കുവെച്ചുകൊണ്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയനായിട്ടുള്ള റവന്യൂ മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്മയുണ്ടാവട്ടെ.
Thank you so much, sir. Now I invite Sri K. Sajeev Karta, sir, to present memento to Sri C. K. Harindran, sir. Rajat Kumar, sir, is presenting memento to Sri C. K. Harindran, sir. Thank you so much. Now I am inviting Sri K. Rajan, sir, Honorable Minister for Revenue and Housing. Welcoming you, sir. കേരളത്തിൽ സംഘടിപ്പിക്കുന്ന സഹകരണ എക്സ്പോയുടെ മൂന്നാമത്തെ എഡിഷനായിട്ടുള്ള 2025 ഏപ്രിൽ 21 മുതൽ 30 വരെ കനകക്കുന്ന് മൈതാനത്തിൽ കേരളത്തിലെ എല്ലാ സഹകാരികളെയും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഈ മഹനീയമായ ചടങ്ങിൻ്റെ ഭാഗമായി ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സെമിനാറിൻ്റെ ചെയർമാനായിട്ടുള്ള ഇതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനും കേരളത്തിൻ്റെ നിയമസഭയിലെ ശ്രദ്ധേയനായിട്ടുള്ള MLA-യുമായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ CK ഹരീന്ദ്രനാഥ് MLA, ഈ സെമിനാറിൽ ഏതാനും സമയങ്ങൾക്കകം എത്തിച്ചേർന്ന് ഏറ്റവും ആധികാരികമായി പ്രശ്നങ്ങളെക്കുറിച്ച് സർക്കാരിൻ്റെ നിലപാടുകൾ ഉൾപ്പെടെ വിശദീകരിക്കാൻ പോകുന്ന കേരളത്തിൻ്റെ ആദരണീയനായ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ശ്രീ KN ബാലഗോപാൽ, ഈ ചടങ്ങിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണക്കുറുപ്പ്, പ്രിയപ്പെട്ട സുഹൃത്ത് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറി, CPM-ൻ്റെ പുതിയ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായി തിരഞ്ഞെടുക്കപ്പെട്ട നമുക്കെല്ലാം പ്രിയങ്കരനായ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ബിജു കൃഷ്ണൻ, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ശ്രീ P. സന്തോഷ് കുമാർ, ശ്രീ പ്രൊഫസർ HS. ശൈലേന്ദ്ര, ശ്രീ ഗണേഷ് ഗോപാൽ, ഡോക്ടർ C. പിറ്റാച്ചി, സ്വാഗതം ആശംസിച്ച RV. സതീന്ദ്രകുമാർ, ശ്രീ K. സജീവ് കർത്ത, വേദിയിലുള്ള സഹകാരികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഈ വേദിയിലിരിക്കുന്ന ആളുകളുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ബോധ്യമായി കാണും ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെ ആധികാരികത ഏറ്റവും കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങളൊന്ന് രണ്ടുപേർ ഒഴിച്ചാൽ പിന്നെ ഏറ്റവും കൃത്യമായി ടീമിനെ തന്നെയാണ് സഹകരണ എക്സ്പോയുടെ സംഘാടകർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ലോകത്തിന് നൽകുന്ന വാഗ്ദാനങ്ങളെ സംബന്ധിച്ച് സ്വാഗത പ്രാസംഗികനും ഹരിയേട്ടനും നിങ്ങളുടെ മുമ്പിൽ ചെറുതെങ്കിലും വളരെ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ വെച്ചു. ഭരണഘടന വാഗ്ദാനത്തെ ലംഘിച്ചുകൊണ്ടും ഒരുപക്ഷെ ഭരണഘടന നമുക്ക് ഒരു ഫെഡറൽ രാജ്യത്ത് ഉറപ്പുവരുത്തുന്ന അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ടും ഈ രംഗത്തേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശരിയല്ലാത്ത നിലപാടുകളെക്കുറിച്ച് ആധികാരികമായി ചർച്ച ചെയ്യാനോ അതിൽ അഭിപ്രായം പറയാനോ എന്തുകൊണ്ടും അക്കാദമികമായി യോഗ്യതയുള്ള ആളുകളാണ് ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന മറ്റു സ്പീക്കേഴ്സ് എന്നുള്ളതുകൊണ്ട് അവരുടെ അഭിപ്രായ പ്രകടനങ്ങളായിരിക്കും യഥാർത്ഥത്തിൽ ഈ സെമിനാറിനെ സമ്പന്നമാക്കാൻ പോകുന്നത് എന്ന് പ്രാഥമികമായ എൻ്റെ നിരീക്ഷണം ഇവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഭരണഘടനയുടെ അവകാശങ്ങളനുസരിച്ച് സ്റ്റേറ്റ് ലിസ്റ്റും സെൻട്രൽ ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റും ഉള്ള ഒരു ഭരണഘടന ഉറപ്പിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നൊരു സബ്ജക്റ്റാണ് യഥാർത്ഥത്തിൽ സഹകരണ മേഖല എന്നിരിക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ചിലതു മറപറ്റി നമ്മുടെ രാജ്യത്ത് സഹകരണ പ്രസ്ഥാനത്തെ പിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൻ്റേതുൾപ്പെടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങൾ ഒരു നാടിൻ്റെ വലിയ മാറ്റങ്ങൾക്ക് ചെയ്ത സംഭാവനകൾ ചെറുതായി നമുക്ക് കാണാനാകില്ല. ഓരോ ഘട്ടത്തിലും എന്താണോ ഒരു സമൂഹത്തിന് അനിവാര്യത, ആ അനിവാര്യതയെ തൊട്ടറിഞ്ഞ് ഗ്രാമങ്ങളുടെ ഹൃദയം പേറുന്ന യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങളാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ. നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു ചരിത്രം
മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട ഒരു ജനത ജീവിച്ചിരുന്ന നാടായിരുന്നു കേരളം എന്ന നമ്മുടെ നാടിൻ്റെ ഇരുണ്ട ചരിത്രമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ആദ്യ രൂപീകരണ ഘട്ടത്തിൽ ഏറ്റവും വലിയ അടിച്ചമർത്തലിനും നിരോധനത്തിനും രംഗത്തിറങ്ങിയത് ആരാണ് എന്ന ചോദ്യം മാത്രമെടുത്താൽ ആധുനിക കാലത്ത് എന്തുകൊണ്ട് ഭരണകൂടങ്ങൾ ഇതിനെ നിയന്ത്രിക്കാൻ ഇടപെടുന്നു എന്ന കാര്യം നമുക്ക് വ്യക്തമാകും. നമുക്കറിയാം, വിവേചനങ്ങളും അടിച്ചമർത്തലുകളും അടിമത്തവും നിലനിന്നിരുന്ന ഇരുണ്ട കേരളത്തിൻ്റെ ചരിത്രം പിറന്ന മണ്ണിൽ മനുഷ്യനെ പോലെ ജീവിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട് അലിഖിതങ്ങളായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വാമി വിവേകാനന്ദന് ഭ്രാന്താലയം എന്ന് വിളിക്കേണ്ടി വന്നിരുന്ന കേരളത്തിൽ പണി ചെയ്താലും പകലന്തിയോളം അടിമകളെ പോലെ നിന്നാലും കൂലി കിട്ടാത്ത വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു കേരളത്തിൽ ആ വ്യവസ്ഥയിൽ നിന്ന് സാധാരണ മനുഷ്യനെ കരകയറ്റാൻ നടന്ന നിരവധികളായിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ശ്രദ്ധേയമായിട്ടുള്ള കർഷക സമരങ്ങൾ, ഇതിൻ്റെ എല്ലാം ചരിത്രമുള്ള കേരളത്തിൽ ഒരുപക്ഷെ തൊഴിലാളികളെ സാമ്പത്തിക പര്യാപ്തതയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച അക്ഷരാർത്ഥത്തിലുള്ള ഒരു സമരമാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മവും അതിൻ്റെ തുടർ നടപടികളും. ആ സഹകരണ പ്രസ്ഥാനങ്ങൾ കൂലി കിട്ടാത്ത, പകലന്തിയോളം പണിയെടുത്താലും അവകാശങ്ങൾ ലഭ്യമാക്കാൻ കഴിയാത്ത ഒരു ജനതയെ മനുഷ്യനായി കാണാനുള്ള മഹാപരിവർത്തനത്തിൻ്റെ പാതയിൽ ആവശ്യമായ സാമ്പത്തിക പിൻബലം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സഹകരണ പ്രസ്ഥാനങ്ങളെ അന്ന് എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചത് നാടുവാഴികളും ജന്മിത്തമ്പുരാന്മാരും അവരുടെ കിങ്കരന്മാരുമാണ് എന്ന് ഇരുണ്ട കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴികളാണ്. തൊഴിലാളികൾ സ്വയം പര്യാപ്തതയിൽ എത്തിയാൽ കുറഞ്ഞ കൂലി വാങ്ങി പണിയെടുക്കാൻ ആരും ഉണ്ടാകില്ല എന്ന തിരിച്ചറിവായിരിക്കാം ഒരുപക്ഷേ നാടുവാഴികളും ജന്മിത്തമ്പുരാന്മാരും അടക്കമുള്ള ഒരു സമൂഹം ഇതിനെതിരായി തിരിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ജന്മിത്തവും നാടുവാഴി ഭരണവും എല്ലാം കേരളം തൂത്തെറിഞ്ഞെങ്കിലും അവരുടെ പ്രേതങ്ങൾ പല വിധത്തിൽ ഇന്ന് നമ്മളെ നയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അന്നത്തെ കാലത്തെ ഈ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് ജന്മിത്തമ്പുരാന്മാരും നാടുവാഴികളുമാണെങ്കിൽ ലൂസിഫറിൻ്റെ 2ാം പതിപ്പിറങ്ങുന്ന കേരളത്തിൽ അതിനെതിരായിട്ടുള്ള സമരങ്ങൾക്ക് ജന്മി നാടുവാഴിത്ത വ്യവസ്ഥിതിയുടെ പുതിയ പതിപ്പുകൾ വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് ഞെട്ടലോടെ മാത്രമാണ് കേരളത്തിന് തിരിച്ചറിയാൻ ആകുന്നത്. ഇവിടെ ഹരിയേട്ടൻ ശരിയായി സൂചിപ്പിച്ചതുപോലെ 2.5 ലക്ഷം കോടിയിലേറെ നിക്ഷേപമുള്ള കേരളത്തിൽ ഇത്തവണത്തെ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത, നമ്മൾ 2 ലക്ഷം കോടി കവിഞ്ഞ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച ദീർഘമായൊരു കാലത്തിന് ശേഷമുള്ള ബഡ്ജറ്റാണ് ഏതാനും സമയങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരാൻ പോകുന്ന ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. കഴിഞ്ഞ വർഷം വരെ 1,74,000 കോടി രൂപ വരെ ചെലവഴിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിൻ്റെ ബഡ്ജറ്റ് 2 ലക്ഷം കവിഞ്ഞത് ഇത്തവണയാണ്. 2.5 ലക്ഷം കോടിയിലധികം നിക്ഷേപവും അത്ര തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള വായ്പകളും നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ഈ ജനകീയ പ്രസ്ഥാനത്തെ തകർക്കണം എന്ന ലക്ഷ്യം ഏതു വിധത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം ഇടപെടാത്ത ഏതെങ്കിലും മേഖലകളുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസമായി തിരുവനന്തപുരത്തെയും കേരളത്തിലെ ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങൾ മനഃപൂർവ്വം ഇരുട്ടിൻ്റെ മറയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും സഹകരണ എക്സ്പോ ഒഴിവാക്കാൻ കഴിയുന്നില്ല. സഹകരണ എക്സ്പോയിലെ പുതിയ അനുഭവങ്ങൾ ധാരാളമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. കേരളത്തിന് എത്രയേറെ അത്യുജ്വലമായിട്ടുള്ള അനുഭവങ്ങൾ. ഞാൻ വിശദമായ കഥകളിലേക്ക് പോവുകയല്ല. ഇവിടെ അധ്യക്ഷ പ്രാസംഗികൻ പറഞ്ഞതുപോലെ ഭരണഘടന ഉറപ്പുവരുന്ന ഫെഡറലിസത്തെ അട്ടിമറിക്കാൻ ഇതാദ്യത്തെ ശ്രമമല്ല, എത്രയോ ശ്രമങ്ങൾ. അതിൻ്റെ ഒരു തുടർച്ചയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ സമീപ ഭൂതകാലത്ത് കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിട്ടുള്ള മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ ചൂരൽമലയും മുണ്ടക്കയും അട്ടാമലയും ആറാമലയും പുഞ്ചിരിവറ്റവും ഒക്കെ ഉൾപ്പെടെ പുന്നപ്പുഴയുടെ തീരത്ത് കിടക്കുന്ന ഒരു ജനതയിൽ 1 ചതുരശ്ര കിലോമീറ്ററിനകത്തുള്ള 298 വരുന്ന മനുഷ്യരുടെ മരണത്തിലേക്ക് കലാശിച്ച ഒരുപക്ഷെ സമീപ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം. ഞാനതിൻ്റെ വിശദാംശവുമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ ദുരന്തം നടക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ദുരന്തം നടന്ന് 17ാമത്തെ ദിവസം കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ച ആദ്യത്തെ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ 3 കാര്യങ്ങൾ.
ഒന്ന്, കേരളത്തിനായി അഡീഷണൽ പാക്കേജ് കേരളത്തിന് L3 വിഭാഗത്തിൽപ്പെടുത്തി ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം. ആ കാര്യത്തിൽ ഏറ്റവും പ്രസക്തമായി നാം പറഞ്ഞ കാര്യം, ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറിൽ ഉൾപ്പെടാൻ പറ്റുന്നൊരു ദുരന്തമുണ്ടായാൽ 2005 ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ദുരന്ത നിവാരണ ആക്ടിൻ്റെ സെക്ഷൻ 13 പ്രകാരം ആ മേഖലയിലെ മുഴുവൻ കടങ്ങളും ബാങ്കുകളിൽ എടുത്തിട്ടുള്ള കടങ്ങളും എഴുതിത്തള്ളാനും ജീവനോപാധിക്ക് വേണ്ടി പുതിയ വായ്പകൾ കൊടുക്കാനും ഇന്ത്യ രാജ്യത്തിലെ പാർലമെൻറ്റ് ഐക്യകണ്ഠേന പാസാക്കിയ ദുരന്ത നിവാരണ ആക്ട് തയ്യാറാകുന്നുണ്ട്. ഒരു ഫെഡറൽ രാജ്യത്ത് ഒരു ദുരന്തമുണ്ടായാൽ സുപ്രീം കോടതിയുടെ ഭാഷയിൽ പണ്ട് ബംഗാളിലെ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചതുപോലെ ഒരു ദുരന്തമുണ്ടായാൽ സംസ്ഥാനങ്ങളുടെ മുമ്പിൽ ഗാർഡിയൻ ഏഞ്ചലായി മാറണം കേന്ദ്രം എന്ന നിലപാട് പോലും അട്ടിമറിച്ചുകൊണ്ട് കടങ്ങൾ എഴുതിത്തള്ളാൻ ദുരന്ത നിവാരണ അതോറിറ്റി ഒറ്റ പ്രമേയം പാസാക്കിയാൽ മതി എന്ന അവകാശം പാർലമെൻറ്റിൽ നിൽക്കുമ്പോൾ ഇതുവരെയും ആ നടപടിയെക്കുറിച്ച് ഒരക്ഷരവും പ്രതികരിക്കാത്ത കേന്ദ്ര ഗവൺമെൻറ് കോടതിയിൽ തന്നെ അറ്റോർണി ജനറൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നു, അങ്ങനെ ഒരു ലക്ഷ്യം, അങ്ങനെ ഒരു ശ്രമം, അങ്ങനെ ഒരു ആലോചന ഗവൺമെൻറ്റിൻ്റെ മുമ്പിലില്ല. ഞാൻ എന്തേ ഇത് പറയാൻ കാരണം, ഒരു ഫെഡറൽ അധികാരമുള്ള രാജ്യത്തിനകത്തൊരു സംസ്ഥാനം അനുഭവിച്ച ദുരന്തത്തെ മറികടക്കാൻ ഒരു ജനതയ്ക്കു തണലായി അവതരിപ്പിച്ചൊരു നിയമത്തെ വകുപ്പ് ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ദുരന്തമുണ്ടായി ഒരു മാസം കഴിയുമ്പോൾ SLBCയുടെ യോഗം ചേർന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ആ 3 വാർഡുകളിലുള്ള ഞങ്ങളുടെ ബാങ്കിൽ നിന്നെടുത്ത മുഴുവൻ കടങ്ങളും നിരുപാധികമായി എഴുതിത്തള്ളുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ഇന്ത്യയിലൊരു ബാങ്കേ ഉള്ളൂ. ആ ബാങ്കിൻ്റെ പേരാണ് കേരള ബാങ്ക് എന്ന അഭിമാനത്തോടെ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. എന്താണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മേന്മ എന്ന ചോദ്യത്തിന് ഇങ്ങനെ എത്രയേറെ ഉദാഹരണങ്ങൾ നമുക്ക് നിരത്തി വെക്കാനുണ്ട്. ഞാൻ ഇന്നലെ വൈകുന്നേരം തിരിക്കുന്നതിന് മുമ്പ് നടത്തിയ ഒരു ഔദ്യോഗിക സർക്കാർ പരിപാടി, ത്രിവേണി നോട്ട് ബുക്കുകൾ ഉൾപ്പെടെ നിരത്തി കൺസ്യൂമർ ഫെഡ് കേരളത്തിൽ വരാൻ പോകുന്ന അധ്യയന വർഷത്തിന് മുമ്പ് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് 15% മുതൽ 50% വരെ വിലക്കുറവിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ബാനറിൽ അണിനിരത്തിയ കുട്ടികളുടെ ചന്ത ജില്ലാതലത്തിൽ ഉദ്ഘാടനം ചെയ്തതാണ്. പയ്യന്നൂരിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിൽ മുഴുവൻ അത് വ്യാപകമാവുകയാണ്. അതായത് സഹകരണ പ്രസ്ഥാനം കേവലം പണം നിക്ഷേപിക്കാനും കടം കൊടുക്കാനുമുള്ള ഒരു കേന്ദ്രം മാത്രമല്ല, ഏതെല്ലാം ഘട്ടത്തിലാണോ നമ്മുടെ നാട് അപകടത്തിൽപ്പെടുന്നത് ആ ഘട്ടങ്ങളിലെല്ലാം കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ അവർക്കിടയിൽ അക്ഷരാർത്ഥത്തിൽ സുപ്രീം കോടതി പറഞ്ഞ ഗാർഡിയൻ ഏഞ്ചലിൻ്റെ രൂപത്തോടെ രക്ഷാപ്രവർത്തനത്തോടെ ഇടപെടുന്നൊരു പ്രസ്ഥാനമാണ് എന്നിരിക്കെ, എന്തേ ഇപ്പോഴൊരു ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ നാട്ടിൽ സ്റ്റേറ്റ് സബ്ജക്റ്റായിട്ടുള്ള സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഇടപെടാൻ നമ്മുടെ രാജ്യത്ത് ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട AG വേദിയിലുണ്ട്, അദ്ദേഹം വളരെ വിശദമായിട്ട് ആ കാര്യങ്ങൾ പറയും എന്നാണ് ഞാൻ ധരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ നിയമനിർമ്മാണത്തിൻ്റെ അധികാരം. എന്നാൽ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി യൂണിയൻ ലിസ്റ്റിലാണ്. മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി യൂണിയൻ ലിസ്റ്റിലാണ് എന്ന കാരണം പറഞ്ഞുകൊണ്ട് അതിൻ്റെ രംഗത്ത് മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറവിൽ ആ ഘട്ടത്തിലേക്ക് ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തിന് ഗുണകരമാകുമോ എന്ന രാഷ്ട്രീയത്തിനതീതമായ ചർച്ച ഉയർന്നു വരേണ്ട ഒരു ഘട്ടമുണ്ട്. വകുപ്പ് കൃത്യമായിട്ട് ഏൽപ്പിച്ചതാർക്കാണ് എന്നുകൂടി നോക്കിയാൽ എത്ര ശ്രദ്ധയോടുകൂടിയാണ് സംസ്ഥാനങ്ങളിലെ സഹകരണ പ്രസ്ഥാനത്തെ ഏതു വിധത്തിലും പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സ്റ്റേറ്റിൽ പരിമിതപ്പെടുത്താൻ കഴിയാത്ത സഹകരണ പ്രവർത്തനങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനങ്ങളിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ആരംഭിക്കാൻ വളരെ വ്യാപകമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സഹകാരികൾ, അംഗങ്ങൾ എന്നിവർക്ക് ദോഷം ചെയ്യുന്ന വിധത്തിൽ ഒരു തലമായി ഉയർന്നു വന്ന് നേരത്തെ ഹരിയേട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ വകുപ്പിന് ഒരു നിയന്ത്രണവുമില്ലാത്ത വിധത്തിലുള്ള ഒരു സംവിധാനമായി നമുക്കിടയിലേക്ക് മാറുന്നത് ഗുണകരമായ ഒരു കാര്യമാകുമോ?
ഒരു ഭാഗത്ത് സഹകരണ സംഘം രൂപീകരിക്കാനുള്ള അവകാശം അവകാശമാക്കി മാറ്റിയപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് സഹകാരികളുടെ അവകാശങ്ങൾ നിഷേധിക്കാവുന്ന വിധത്തിൽ വളർന്നു വരുന്നുണ്ട് എന്നും നാം കാണുകയുണ്ടായി. കേരളത്തിൻ്റെ സഹകരണ മേഖല മെച്ചപ്പെട്ടതിൻ്റെ കാരണം മെച്ചപ്പെട്ട ഒരു സർക്കാരും ആ സർക്കാർ അവതരിപ്പിക്കുന്ന ഗുണകരമായിട്ടുള്ള നിരവധി പദ്ധതികളും നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നോക്കൂ, ഇതിനു മുമ്പും നമ്മുടെ രാജ്യത്ത് സഹകരണ പ്രസ്ഥാനത്തെ ആക്രമിക്കാനുള്ള ശ്രമം നടന്നു. ഞാൻ എല്ലാം പറഞ്ഞു പോകുന്നില്ല, നിരവധി പ്രാസംഗികരുണ്ട്. ചില സൂചനകൾ നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ അപകടകരമാണ് എന്ന് ചരിത്രവും സാമ്പത്തിക വർത്തമാനവും നമ്മളെ പഠിപ്പിച്ച നോട്ട് നിരോധനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? നോട്ട് നിരോധനം പറഞ്ഞ കാലത്ത് കള്ളപ്പണം ഇല്ലാതാക്കുക, കള്ളനോട്ട് നിരോധിക്കുക, കള്ളപ്പണം നിരോധിക്കുന്നതിൻ്റെയും കള്ളനോട്ട് ഇല്ലാതാക്കുന്നതിൻ്റെയും ബദത്തിൽ ഇന്ത്യയിലേക്ക് കടന്ന് വരാൻ സാധ്യതയുള്ള തീവ്രവാദത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക. അവസാനത്തെ പുൽവാമ ആക്രമണത്തിൻ്റെ മുമ്പിലും നോട്ട് നിരോധനം എന്തു ഗുണം ചെയ്തു എന്ന ചോദ്യത്തിന് ഇപ്പോൾ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ആ നോട്ട് നിരോധനത്തിൻ്റെ ദുരന്തങ്ങളെ പോലും നേരിടാൻ യഥാർത്ഥത്തിൽ നമുക്ക് കഴിഞ്ഞത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ആ സഹകരണ പ്രസ്ഥാനങ്ങളിൽ കള്ളപ്പണത്തിൻ്റെ നിക്ഷേപമുണ്ട് എന്ന് രാജ്യമാകെ പ്രചരിപ്പിക്കാനും അതുവഴി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുമുള്ള എത്ര ബോധപൂർവമായിട്ടുള്ള ഗൂഢാലോചനയാണ് നമ്മുടെ രാജ്യത്ത് നടന്നത്. അന്നും കേരളത്തിലെ സഹകാരികൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സംഘടിതമായിട്ടുള്ള ശക്തി കൊണ്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഒന്നിനും കുറവ് വരാത്ത വിധത്തിൽ സഹകരണ പ്രസ്ഥാനത്തെയും സഹകാരികളെയും നേതൃത്വം നൽകി. എനിക്ക് അഭിമാനമുണ്ട്, അന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്തതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട് നടന്ന അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയെ സമാപിച്ചുകൊണ്ട് കേരളത്തിലെ നിയമസഭയിൽ പറഞ്ഞു, കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുന്ന ഒരു രൂപ പോലും കേരളത്തിലെ ഒരു സഹകാരിക്കും നഷ്ടമാകില്ല എന്നുള്ളതിന് എന്തുറപ്പ് എന്ന ചോദ്യത്തിനു മറുപടി ഇതാ കേരളത്തിലെ ഗവൺമെൻറ് എന്നുറപ്പാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് സഹകരണ മേഖലയെ പിടിച്ചു നിർത്താനുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് കൂടി ഉള്ള അതിൻ്റെ ഭാഗമായിട്ടാണ്. സംസ്ഥാനങ്ങൾക്ക് മേൽ നിയന്ത്രണ അധികാരങ്ങൾ നൽകുന്ന വിധത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അതിഭീകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുക എന്നതിൽ ഒരു തർക്കവും ഉണ്ടാകുന്നില്ല. സഹകരണ ഭരണഘടനാപരമായ പരിണാമം, കേന്ദ്രീകരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ, സഹകരണ സ്ഥാപനങ്ങളും നവലിബറൽ സാമ്പത്തിക നയങ്ങളും തമ്മിലുള്ള പ്രത്യയശാസ്ത്രമായ സംഘർഷം, ഇതെല്ലാം ഈ സെമിനാറിൻ്റെ വിഷയങ്ങളായി നമ്മുടെ മുമ്പിൽ വരും എന്നു തന്നെ ഞാൻ കരുതുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും സുശക്തമായിട്ടുള്ള സഹകരണ മേഖലയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. അസംഘടിത, സംഘടിത, കാർഷിക, നിർമ്മാണ, വ്യവസായ, സേവനാരോഗ്യ മേഖലകളിലെല്ലാം സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മലയാളിയുടെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാൻ കഴിയുന്ന ഒരു മേഖലയായി നമ്മുടെ സഹകരണ പ്രസ്ഥാനം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൻ്റെയും സോഷ്യലിസ്റ്റ് വീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വളർന്ന ഗുജറാത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ എങ്ങനെയാണ് സംസ്ഥാനങ്ങളിലെ സഹകരണ പ്രസ്ഥാനം തകർച്ചയ്ക്ക് ഇടവരുത്തുക എന്നുള്ളതിൻ്റെ തെളിവുകൾ നമുക്കറിയാം. ഗുജറാത്തിൽ ഈ ഭരണകൂടത്തിൻ്റെ വക്താക്കൾ അധികാരത്തിൽ കയറുമ്പോൾ അവിടുത്തെ സാമ്പത്തിക ഇടപെടലുകളുടെ 65 മുതൽ 70% വരെ സഹകരണ മേഖലയിലായിരുന്നു. ഇന്നത് 20 മുതൽ 25% വരെയായി കുറഞ്ഞു. പല സഹകരണ സംഘങ്ങളും അടച്ചുപൂട്ടി, ബഹുഭൂരിപക്ഷവും പാപ്പരായി. കേരളത്തെ ആ ഗതിയാക്കാൻ ആരും ശ്രമിച്ചാലും സാധ്യമാകില്ല എന്നുള്ളത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും സഹകാരികളുടെ ആത്മബന്ധത്തിൻ്റെയും പ്രധാനപ്പെട്ട തെളിവായി നമ്മുടെ നാട്ടിൽ മാറും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തികച്ചും അക്കാദമികമായ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഈ ഘട്ടത്തിൽ കാണിക്കേണ്ട ഏറ്റവും ഉചിതമായ നടപടി എന്ന ധാരണ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അത്തരമൊരു വിപുലമായിട്ടുള്ള ചർച്ചയുടെ വേദിയായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 10 ദിവസക്കാലം ഈ കനകക്കുന്ന് കൊട്ടാരത്തിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ഹൃദയസ്പന്ദനങ്ങളെപ്പോലും ഒരു ജനതയുടെ മുമ്പിൽ തലസ്ഥാന നഗരിയിൽ അടയാളപ്പെടുത്താൻ കഴിഞ്ഞ ഈ കോപ്പറേറ്റീവ് എക്സ്പോയുടെ സംഘാടകരോട് ഹൃദയപൂർവ്വം ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ ഇപ്പോൾ ഉയർന്നു വരുന്ന വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പരിശ്രമത്തിൽ
സംരംഭകരായിട്ടുള്ള ആളുകളെ വിവിധങ്ങളായിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഉൾപ്പെടെ കരുത്തു പകർന്നും പിന്തുണ കൊടുത്തും ലോണുകൾ നടത്തിയും അവരെ അത്തരം സംരംഭകത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ധാരാളമായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. ഞങ്ങളുടെ മണ്ഡലത്തിലെ തന്നെ പട്ടിക്കാട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള അവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളുടെ യൂണിറ്റായി നമ്മുടെ ജില്ലയിൽ തന്നെ കുറഞ്ഞ കാലം കൊണ്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാധിക്കുന്നു എന്ന് മാത്രമല്ല, സഹകരണ പ്രസ്ഥാനം അങ്ങനെ ഒരു നിലപാട് മലയോര മേഖലയിൽ എടുത്തതുകൊണ്ട് ആയിരക്കണക്കായ കർഷകർ അവരുടെ വിളകൾക്ക് മുന്തിയ വില നൽകുന്ന വിധത്തിൽ ആ രംഗത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ധാരാളമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ അനുഭവങ്ങളുടെ എല്ലാം കരുത്തിൽ ആർക്കും ഏതു വിധത്തിലും ഇടപെട്ടാലും തകർക്കാൻ കഴിയാത്ത ഒരു മഹാപ്രസ്ഥാനമായി നമ്മുടെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വളർന്നു വരിക തന്നെ ചെയ്യും എന്ന് കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന സഹകരണ അവകാശങ്ങളെ നിലനിർത്താൻ കൂട്ടായ ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ കൂട്ടായ ജനകീയ മുന്നേറ്റം അനിവാര്യമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി കോപ്പ് കേരള സർട്ടിഫിക്കേഷൻ മാർക്ക് നൽകുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിനായി ഓണറബിൾ മിനിസ്റ്റർ ശ്രീ കെ രാജൻ സാറിനെയും ഏറ്റുവാങ്ങുന്നതിനായി മലനാട് സർവീസ് കോഓപ്പറേറ്റീവ് സംഘം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജിത് ദിവാകരനെയും സെക്രട്ടറി ജെയിൻ തോമസിനെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. Thank you all. Next, I request Rajit Kumar sir to give the memento to Sri K. Rajan sir. Next, I invite Sri Gobala Krishna Kurupu, Advocate General, Kerala High Court, to the stage for the keynote address. ഈ സെമിനാറിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ ശ്രീ സി കെ ഹരീന്ദ്രൻ MLA, ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ, ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന ശ്രീ ബിജു കൃഷ്ണൻ, ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറി, സെമിനാറിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ബഹുമാനായ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ, ശ്രീ പി സന്തോഷ് കുമാർ, ഡയറക്ടർ ലെജിസ്ലേഷൻ ICA ഗ്ലോബൽ ബ്രസൽസ്, പ്രൊഫസർ S ശൈലേന്ദ്ര, ഫാക്കൽറ്റി എൻവയോൺമെൻറ്റ് ആൻഡ് അഗ്രികൾച്ചറൽ ICA ഏഷ്യ പസഫിക് ന്യൂഡൽഹി, ഡോക്ടർ CP Chai, പ്രൊഫസർ ഗാന്ധി ഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന സഹകാരികൾ, സഹകരണ സംഘങ്ങളുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങൾ, ആദ്യമായി കേരളത്തിൻ്റെ സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വിപണന പ്രദർശനമേളയോട് ഒപ്പം ഏതാണ്ട് 10ഓളം സെമിനാറുകൾ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ഹാർദവമായി അനുമോദിക്കുന്നതിന് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ആ വിവിധ സെമിനാറുകളുടെ ഭാഗമായി ഇന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഈ സെമിനാറിൻ്റെ ചർച്ചാ വിഷയം സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സഹകരണ നിയമരംഗത്ത് നമ്മുടെ ഭരണഘടന ഏതെല്ലാം തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ്
നൽകുന്നത് എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോമിസസ് ഫോർ കോഓപ്പറേറ്റീവ്സ് എന്നതിൻ്റെ വിഷയത്തെക്കുറിച്ച് പറയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയ്ക്ക് ആ വിഷയത്തിന് ആധാരമായ പ്രശ്നങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമ്മളുടെ സഹകരണ രംഗത്തെ നിയമങ്ങളുടെ ചരിത്രം, പ്രത്യേകിച്ച് ഇന്ത്യയിലെ സഹകരണ നിയമങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു പക്ഷേ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ മദ്രാസി സംസ്ഥാനത്ത്, അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായ മദ്രാസി പ്രവിശ്യയിൽ നിലവിൽ വന്ന ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്, ആ മദ്രാസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് 1904 മറ്റോ ആണ് ഇത് നിലവിൽ വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആ വായ്പാ സഹകരണ സംഘം, ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയാവുന്ന മദ്രാസി സംസ്ഥാനത്ത് ആദ്യമായി ഉണ്ടായ ആ ഒരു സഹകരണ സംഘമാണ് ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ സഹകരണ പ്രസ്ഥാന രംഗത്തെ ഏറ്റവും ആദ്യത്തെ സംരംഭം. അതിനെ തുടർന്ന് ഇങ്ങോട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ തരത്തിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ ഒരു നിയമത്തിൻ്റെ പരിധിക്കുള്ളിലല്ലാതെയും ഒക്കെ രൂപപ്പെട്ടു വന്നിരുന്നു. ഓരോ പ്രദേശത്തിൻ്റെയും സാമ്പത്തികമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്, അവരുടെ സാമൂഹിക ആവശ്യങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സഹകരണ ഇന്നത്തെ ആധുനിക സഹകരണ സംഘങ്ങളോട് ഉപമിക്കാവുന്ന തരത്തിലുള്ള, അതിനോട് താരതമ്യപ്പെടുത്തുവാൻ കഴിയുന്നുള്ള സംഘങ്ങൾ വന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം 1912 അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ രൂപീകൃതമായ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 എന്ന നിയമം വരും. അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഐക്യകേരളം രൂപപ്പെടുന്നതിന് മുമ്പുള്ള സ്ഥിതിയിൽ തിരുവിതാംകൂർ, കൊച്ചി സംസ്ഥാനങ്ങളിലും പഴയ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായ മലബാർ പ്രസിഡൻസിയിലും സൗത്ത് കാനറ, കാസർഗോഡ് ഉൾപ്പെട്ട സൗത്ത് കാനറ ജില്ലയിലുമൊക്കെ നിലനിന്നിരുന്ന സഹകരണ സംഘങ്ങളെ നിയന്ത്രിക്കുന്ന നിരവധി നിയമങ്ങളുണ്ടായിരുന്നു. നിരവധി എന്ന് പറഞ്ഞാൽ 1913 തന്നെ കൊച്ചി സംസ്ഥാനത്ത് നിലവിൽ വന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നിയമം, 1914 വന്ന തിരുവിതാംകൂർ സംസ്ഥാനത്തെ നിയമം, അതുപോലെ മലബാർ ഭാഗത്തെയും കാസർഗോഡ് ഭാഗത്തെയും ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന മദ്രാസ് പ്രസിഡൻസിയിലെ 1932 സഹകരണ നിയമം. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഐക്യകേരളം നിലവിൽ വരുന്നതിന് മുമ്പ് ഉള്ള കാലത്ത് ആ തരത്തിലുള്ള നിയമങ്ങളാണ് ആ പ്രദേശങ്ങളിലുള്ള സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. ഈ നിയമങ്ങൾ, ഈ ആധുനിക കാലത്തെ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള നിയമങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഈ നിയമം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു സംഘമല്ല, നിയമം കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന, അതിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമം എന്നുള്ള നിലയിലല്ലാതെ അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി ക്രീച്ചർ എന്ന് പറയാവുന്ന, നിയമം കൊണ്ട് രൂപപ്പെടുത്തുന്ന ഒരു സംഘം എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ സംഘങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ തരത്തിലുള്ള നിയമവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന നിയമമായിരുന്നു എല്ലാ കാലത്തും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. തിരുക്കൊച്ചി സംയോജനം കഴിഞ്ഞതിന് ശേഷം 1951 തിരുക്കൊച്ചി കോപ്പറേറ്റീവ് സൊസൈറ്റി നിയമം വന്നു. അപ്പോഴും 1932 ആ നിയമം തന്നെയാണ് മദ്രാസി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുള്ള മറ്റു പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമായിരുന്നത്. അതിനെല്ലാം ശേഷം 1969 വന്ന കേരള സംസ്ഥാന സഹകരണ നിയമം വരുന്നതോടുകൂടിയാണ് കേരളത്തിൻ്റെ ആകെ സമഗ്രമായ രീതിയിൽ സഹകരണ സംഘങ്ങളെ നിയന്ത്രിക്കുന്ന, അതിൻ്റെ നടത്തിപ്പിന് കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന, ക്രമീകരിക്കുന്ന തരത്തിലുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ കേരള സംസ്ഥാന നിയമം നിലവിൽ വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തെയാണ് നമ്മളിപ്പോൾ വിലയിരുത്തുന്നതും പിന്നീടുണ്ടായിട്ടുള്ള നിയമവ്യവസ്ഥകളിൽ വന്നിരിക്കുന്ന ഭേദഗതികൾ, മാറ്റങ്ങളൊക്കെ അനുസരിച്ച് കാലാകാലങ്ങളിൽ അത്തരം സൊസൈറ്റികളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാലത്തെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സെമിനാറിൻ്റെ വിഷയമെന്ന് പറയുന്നത് പോലെ ഭരണഘടനയിൽ സംബന്ധിച്ചിടത്തോളം കേരള ഈ സഹകരണ നിയമത്തെ സംബന്ധിച്ച് സഹകരണ സംഘങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പ്രതിപാദിക്കുന്ന ഏതെങ്കിലും വകുപ്പുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാലില്ല.
മറിച്ച് ആ ഭരണഘടനയിലെ വ്യവസ്ഥകളെന്ന് പറയുമ്പോൾ 246 അനുച്ഛേദമാണ് ഒരു കേന്ദ്ര പാർലമെൻറ്റിൻ്റെ, കേന്ദ്ര ലോക്സഭയുടെയും രാജ്യസഭയും ഉൾപ്പെടുന്ന പാർലമെൻറ്റിൻ്റെയും, അതുപോലെ സംസ്ഥാനങ്ങളുടെ അധികാരം, സംസ്ഥാന നിയമസഭകളുടെ അധികാരം, നിയമനിർമ്മാണത്തെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ ചെയ്യുന്ന അധികാരം ഉൾക്കൊള്ളുന്നത് ഭരണഘടനയുടെ 246 അനുച്ഛേദത്തിലാണ്, 246 അനുച്ഛേദത്തിലാണ്. അതിൽ സംസ്ഥാനങ്ങളുടെ നിയമം നിർമ്മിക്കുന്നതിനുള്ള അധികാരവുമായി ബന്ധപ്പെട്ട് പറയുന്ന അനുച്ഛേദം 246 3-ാം അനുച്ഛേദമാണ്. ആ അധികാരം ഒരു നമ്മുടെ ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ ഒരു സംയോജിത രൂപമാണ്. ആദ്യത്തെ ആർട്ടിക്കിൾ തന്നെ പറയുന്നത് ഇന്ത്യ ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള നിലയിലാണ് പറയുന്നത്. അതായത് സംസ്ഥാനങ്ങളുടെ സംയോജിത രൂപമാണ്. ആ സംയോജിത രൂപം ഉള്ള ഒരു യൂണിയൻ, ഫെഡറൽ മുഴുവൻ പൂർണ്ണമായും ഫെഡറൽ എന്ന തത്വങ്ങളിൽ അല്ലെങ്കിൽ പോലും ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലും ഫെഡറൽ തത്വങ്ങളെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്, ഭരണ സംവിധാനത്തെയാണ് ആ ഭരണഘടന വിഭാവനം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ അധികാരത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത്, ഒരു സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണത്തിനുള്ള അധികാര സ്രോതസ് ഈ 246 അനുച്ഛേദമാണ്. ആ അനുച്ഛേദത്തിൽ പറയുന്ന 7-ാം പട്ടികയിലെ 3 ലിസ്റ്റുകളിലായി രൂപപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആ നിയമനിർമ്മാണത്തിനുള്ള പരിപൂർണമായ അധികാരം 7-ാം പട്ടികയിലെ 1-ാം ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ്റിനുള്ളതാണ്. 2-ാം അനുച്ഛേദത്തെ സംബന്ധിച്ചിടത്തോളം അത് കൺകറൻറ്റ് ലിസ്റ്റ്, 2 കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ നിയമം നിർമ്മിക്കുന്നതിനുള്ള അധികാരം നൽകുന്ന വിഷയങ്ങളെ സംബന്ധിച്ചാണ്. 2-ാം ലിസ്റ്റ് എന്ന് പറയുന്ന 246 3 അനുച്ഛേദം പറയുന്നത് സംസ്ഥാനങ്ങളുടെ അധികാരത്തെ സംബന്ധിച്ചാണ്. 7-ാം പട്ടികയിലെ 2-ാം ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അവകാശം, ആ അവകാശം എല്ലാ കാലത്തും, അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഭരണഘടനയ്ക്ക് മുമ്പുള്ള നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന 1919-ലുള്ളതും 1935-ലുണ്ടായിരിക്കുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെയും ഒക്കെ ഭരണഘടനയുടെ മുൻകാലത്തുള്ള ദേശീയ തലത്തിലുള്ള ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള നിയമങ്ങളായിരുന്നു. ആ നിയമങ്ങളിൽ പോലും സംസ്ഥാനങ്ങളുടെ അല്ലെ അന്നുള്ള പ്രവിശ്യകളുടെ നിയമനിർമ്മാണ അധികാരത്തിൽപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന വിഷയം. 1935-ലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലായിരുന്നാലും അതിന് മുമ്പുള്ള 1919-ലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലായിരുന്നാലും ഒക്കെ ആ അധികാരം നൽകിയിരുന്നത് ഒരു കേന്ദ്രീകൃത ഭരണാധികാരം, അല്ലെങ്കിൽ അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണാധികാരം വഹിച്ചിരുന്ന ആളുകൾക്കല്ല, മറിച്ച് അതിൻ്റെ കീഴിലുള്ള സംസ്ഥാനങ്ങളിലെ പ്രവിശ്യകളിൽ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരമായിരുന്നു. അതിൻ്റെ പിന്തുടർച്ചയെന്ന വണ്ണമാണ് 2-ാം ലിസ്റ്റിലെ 33-ാമത്തെ ഇതായി ചേർത്തിരിക്കുന്ന ഇൻകോർപ്പറേഷൻ റെഗുലേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുൾപ്പെടുന്ന എൻട്രി. ആ എൻട്രിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ 69-ലടക്കമുള്ള സംസ്ഥാന നിയമങ്ങൾ നിലവിൽ വന്നത്. അതിനുശേഷം കാര്യമായ രീതിയിൽ ഈ കോപ്പറേറ്റീവ് സഹകരണ സംഘങ്ങളുടെ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് 97-ാമത്തെ ഭരണഘടനാ ഭേദഗതി 2011-ൽ അവതരിപ്പിക്കുന്ന അവസരത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. 2011-ലെ 97-ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടവർ 9B എന്ന ഒരു പുതിയ ഭാഗം സൊസൈറ്റികളെ സംബന്ധിച്ചിടത്തോളം, സഹകരണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള വ്യവസ്ഥകൾ എഴുതി ചേർത്തുന്ന ഒരു പുതിയ പാർട്ട് 9B അല്ലെങ്കിൽ 9B എന്ന ഒരു ഭാഗം എഴുതി ചേർത്തു. അതിനോടൊപ്പം തന്നെ 3-ാം ഭാഗം മൗലികാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ ചെയ്യുന്ന പാർട്ട് 3, ആ 3-ാം ഭാഗത്തിൽ 19-ാം അനുച്ഛേദം 1C എന്ന് പറയുന്നിടത്ത് മറ്റ് അസോസിയേഷനുകളും സംഘടനകളും ഒക്കെ രൂപം കൊടുക്കുന്നതിനുള്ള പ്രവർത്തിക്കുന്നതിനുള്ള മൗലിക അവകാശം, ഫണ്ടമെൻ്റൽ റൈറ്റ് നൽകുന്നതിനോടൊപ്പം തന്നെ ഈ സഹകരണ സംഘങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള
രൂപം കൊടുക്കുന്നതിനുള്ള പൗരൻ്റെ അവകാശത്തെ അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മൗലിക അവകാശത്തിൻ്റെ ഭാഗമായി എഴുതി ചേർത്തു. അതുകൂടാതെ തന്നെ 4-ാം ഭാഗത്തിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ, അത് ഒരിക്കലും എൻഫോഴ്സ് ചെയ്യാൻ കഴിയുന്ന, ഊർജിതപ്പെടുത്താൻ കഴിയുന്നതല്ലെങ്കിൽ പോലും അതൊരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് കൈവരിക്കുന്നതിനാവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശക തത്വങ്ങളായി പറഞ്ഞിരിക്കുന്ന 43B എന്ന് പറയുന്ന ഒരു പുതിയ ഭാഗവും കൂടി ഭരണഘടനയിലെ 4-ാം ഭാഗത്തിൽ എഴുതി ചേർത്തു. അങ്ങനെ 3, 4, 9B എന്നീ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് 97-ാം ഭരണഘടനാ ഭേദഗതി ബില്ല് 2011 പാസ്സാകുന്നത്. ആ ഭേദഗതി വന്നതിന് ശേഷം ഗുജറാത്തിലെ ചില സഹകരണ സംഘങ്ങളുടെ ഭാഗമായി ആ ഭേദഗതി ഈ സംസ്ഥാനത്തിൻ്റെ ഈ അധികാരങ്ങളിലേക്ക് കടന്നു കയറുന്ന രീതിയിലുള്ള നിയമ ഭേദഗതിയാണതെന്നും അതിന് ഊർജിതപ്പെടുത്തുന്നതിനോ അല്ലെ അതിന് നിലനിൽപ്പില്ല എന്നും ഭരണഘടനാപരമായി അത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ ഗുജറാത്ത് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി ഗുജറാത്ത് ഹൈക്കോടതി കണ്ടെത്തിയത് ഈ പറഞ്ഞ 9-ാം ബി അധ്യായത്തിൽ പറയുന്ന ഭാഗത്ത് പറയുന്ന ഈ വ്യവസ്ഥകൾ ഭരണഘടനയിലെ തന്നെ മറ്റൊരു അനുച്ഛേദം 368 ഭരണഘടനയുടെ ഭേദഗതി സംബന്ധിച്ച് അനുശാസിക്കുന്ന വ്യവസ്ഥകളിൽ 368(2) അനുച്ഛേദത്തിൻ്റെ ഭാഗമായി ആ വ്യവസ്ഥകൾ എപ്പോഴും ഏതാണ്ട് പകുതിയിലധികം വരുന്ന സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടി സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം കൂടെ ലഭിച്ചെങ്കിൽ മാത്രമേ ഊർജിതപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അത് പ്രയോഗത്തിൽ വരുത്തുവാൻ സാധിക്കുകയുള്ളെന്നും അതില്ലാത്തിടത്തോളം കാലം 9B എന്ന് പറയുന്ന ആ ഭാഗത്ത് വന്നിട്ടുള്ള വ്യവസ്ഥകൾ ഊർജിതപ്പെടുത്തുന്നതിന് കഴിയില്ല എന്ന് പറഞ്ഞ് ഉള്ള ഒരു വിധിയിന്മേൽ സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതിയുമായി വിധി പരിശോധിച്ച് നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട 368-ാം അനുച്ഛേദത്തിൻ്റെ വ്യവസ്ഥകൾ പാലിക്കാത്തതുകൊണ്ട് ഈ നിയമം സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിലേക്ക് കയറുന്നതാണെന്നും നിയമനിർമ്മാണത്തിൻ്റെ അധികാര പരിധിയിലേക്ക് കടന്നു കയറുന്നതാണെന്നും അത് നമ്മളുടെ ഫെഡറൽ സംവിധാനത്തിൻ്റെ ആകെ തന്നെ ഉള്ള അവകാശങ്ങളെ ഫെഡറൽ സംവിധാനത്തെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന തരത്തിലുള്ളൊരു ഭേദഗതിയാണെന്ന് കണ്ടുകൊണ്ട് തന്നെ ആ ഭരണഘടനാ ഭേദഗതി റദ്ദു ചെയ്തുകൊണ്ടുള്ള ഒരു വിധിയാണ് ഉണ്ടായത്. ആ 9B എന്ന് പറയുന്നിടത്ത് അത് മാത്രമല്ല, അതിലൊരു വ്യവസ്ഥയും കൂടെ ഒരു കണ്ടീഷനും കൂടി പറഞ്ഞു. അതായത് ആ വ്യവസ്ഥകൾ സംസ്ഥാന സഹകരണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ബാധകമാക്കുന്നതിന് കഴിയുകയില്ല എന്നും മറിച്ച് അന്തർ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ചിടത്തോളം ആ വ്യവസ്ഥകൾ ബാധകമാകുമെന്നുള്ള ഒരു കാര്യത്തോടു കൂടിയിട്ടാണ് ആ ഭരണഘടനാ ഭേദഗതി റദ്ദ് ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നത്. അതിൽ തന്നെ അവർ പറഞ്ഞു 19(1)C എന്നുള്ള അനുച്ഛേദത്തിൻ്റെ ഭാഗമായി വന്ന ആ മൗലിക അവകാശം സൊസൈറ്റികൾ രൂപീകരിക്കുന്നതിന് പൗരന്മാർക്ക് നൽകുന്ന മൗലിക അവകാശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ആ ഭേദഗതിക്ക് കുഴപ്പമില്ല എന്നും അത്തരം ഭേദഗതികൾ നിലനിൽക്കുമെന്നും അതുപോലെ മാർഗനിർദ്ദേശ തത്വങ്ങളുടെ ഭാഗമായിട്ട് 43B എന്ന നിലയിൽ രൂപം കൊടുത്ത കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിലവിൽ വരുമെന്നും പറഞ്ഞു. ഇതാണ് കാര്യമായ രീതിയിൽ നമ്മുടെ ഭരണഘടനാ രംഗത്ത് ഭരണഘടനാ വ്യവസ്ഥകളുടെ രംഗത്ത് 2011 വന്ന ഭരണഘടനാ ഭേദഗതിയുടെ ഏകദേശ രൂപവും അതിനെ സംബന്ധിച്ച് കോടതികളിലുണ്ടായ വ്യവഹാരങ്ങളുടെയും ആകത്തുക. അത് നിലനിൽക്കെ തന്നെയാണ് നമ്മൾ പിന്നീട് പല നിയമങ്ങളിലും വന്ന വ്യവസ്ഥകളിലെ വ്യത്യാസങ്ങൾ പലതരത്തിൽ സംസ്ഥാനങ്ങൾ ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് അത് പലതരത്തിലും ഒരു സംസ്ഥാനത്തിൻ്റെ സഹകരണ മേഖലയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും നമുക്ക് നടപടികൾ എടുക്കേണ്ടി വരുന്നത്. അതിലൊന്ന് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പോലെയുള്ള നിയമങ്ങൾ. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനെ സംബന്ധിച്ചിടത്തോളം ധനകാര്യ സ്ഥാപനങ്ങളുടെ ബാങ്കിങ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള നിയമമാണ് 1949. ആ നിയമത്തിന് 2020 കൊണ്ടുവന്ന ഭേദഗതികൾ, ആ ഭേദഗതിയിൽ നിയമം അനുസരിച്ച് അതിന് മുമ്പുണ്ടായിരുന്ന വ്യവസ്ഥകളനുസരിച്ച് അതിലെ ഒരു 56-ാം വകുപ്പ് അല്ലെങ്കിൽ 3-ാം വകുപ്പും ഒക്കെയുള്ള വ്യവസ്ഥകളനുസരിച്ച്
സഹകരണ സംഘങ്ങളെ ഏതാണ്ട് പൂർണ്ണമായും അതിൻ്റെ വ്യവസ്ഥയിൽ നിന്ന്, ആ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അവിടെ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ളൊരു സമീപനം 2020 കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള ഒന്നാം പട്ടികയിൽ, 7ാം പട്ടികയിലെ 1ാം ലിസ്റ്റിൽപ്പെട്ട 43ാമത്തെ എൻട്രി, ബാങ്കിങ് എന്നുള്ള എൻട്രിയുടെ കീഴിൽ വരുന്ന നിയമന നിർമ്മാണ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ ഇതിൽ വരുത്തിയ ഭേദഗതികൾ പലതും സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളിൽ RBI പോലെയുള്ള കേന്ദ്ര ബാങ്കുകൾക്ക് ഇടപെടാൻ നൽകുന്ന അവസരം നൽകുന്ന തരത്തിൽ, അതിൻ്റെ പ്രവർത്തനത്തിൽ ഇടപെടാൻ നൽകുന്ന തരത്തിൽ, അതിൻ്റെ ഭരണസമിതി എങ്ങനെയായിരിക്കണമെന്നുള്ള കാര്യത്തിൽ, അതിൻ്റെ ബൈലോകൾ എങ്ങനെയായിരിക്കണമെന്നുള്ളതിൻ്റെ നിയമാവലി എങ്ങനെയായിരിക്കണമെന്നുള്ള കാര്യത്തിൽ ഒക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഇടപെടൽ നടത്തുന്നതിനുമൊക്കെ അധികാരം നൽകുന്ന തരത്തിലേക്ക് ചില വ്യവസ്ഥകൾ കൊണ്ടുവന്നു. അതിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ അമാൽഗമേഷൻ അല്ലെങ്കിൽ മറ്റൊരു സൊസൈറ്റിയിൽ ലയിക്കുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുന്നതിനുള്ള വ്യവസ്ഥാപിതമായ മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമങ്ങളുടെ അധികാരങ്ങളിലൊക്കെ കൈകടത്തുന്ന രീതിയിലേക്ക് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ പ്രൊവിഷൻസിൽ അല്ലെങ്കിൽ അതിലെ വ്യവസ്ഥകൾക്കുണ്ടാക്കിയ നിയമ ഭേദഗതികൾ, ആ ഭേദഗതികളും ഒരു ഘട്ടത്തിൽ കേരളത്തിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട സ്ഥിതി വന്നു. അത്തരം കാര്യങ്ങളിലും കോടതികളിൽ നിന്ന് അനുകൂലമായ വിധി സമ്പാദിക്കുന്നതിനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരള ബാങ്ക് പോലെയുള്ള ഈ 3 ശ്രേണികളിലായിട്ടുണ്ടായിരുന്ന ബാങ്കിങ് സംവിധാനത്തിൻ്റെ 2 ശ്രേണിയിലാക്കി അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് സാമ്പത്തികമായി മെച്ചം ലഭിക്കുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന അവസരത്തിലെല്ലാം പലപ്പോഴും ഈ പറഞ്ഞ ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അടക്കമുള്ള നിയമങ്ങളുടെ ഭേദഗതിയുടെ വ്യവസ്ഥകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നതിനിടയായിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ കോടതികൾ ഇടപെട്ടിട്ട് പറഞ്ഞു, ഈ 43ാം ഇനമായി 1ാം പട്ടിക 7ാം പട്ടികയുടെ 1ാം ലിസ്റ്റിൽ ചേർത്തിരിക്കുന്ന ആ അധികാരം പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിന് ബാങ്കിങ് സംബന്ധിച്ചുള്ള, ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ സംഘങ്ങളുണ്ടെങ്കിൽ ആ സംഘത്തിൻ്റെ ബാങ്കിങ് ആയി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് മാത്രം ഉതകുന്ന തരത്തിലല്ലാതെ അതിനപ്പുറത്തുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഭേദഗതികൾ ഈ സംസ്ഥാന നിയമം നടവിൽ ഉള്ള സ്ഥലങ്ങളിൽ ആ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടുള്ളതൊന്നും പ്രാബല്യത്തിൽ വരികയില്ലെന്നും അതിന് അത്തരത്തിലുള്ള ഊർജിതപ്പെടുത്തൽ ആ നിയമങ്ങളുടെ വ്യവസ്ഥകളെ അസാധുവാക്കുന്ന തരത്തിലേക്ക് ഉപയോഗിക്കുവാനും സാധിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ആ കേരളത്തിൻ്റെ UA ലത്തീഫ് വേഴ്സസ് സ്റ്റേറ്റ് കേരള സംസ്ഥാനം എന്നുള്ള ആ വിധിന്യായത്തിൽ വളരെ വ്യക്തമായി തന്നെ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചുമൊക്കെ അത് സംബന്ധിച്ചുള്ള വിധിന്യായത്തിൽ വളരെ വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞു. അതായത് ഈ തരത്തിലുള്ള നിയമങ്ങൾ ബാങ്കിങ് സംബന്ധിച്ചുള്ള ബാങ്കിങ് ആയി ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങൾ ആയി നടത്തുന്ന ഏതെങ്കിലും സഹകരണ സംഘത്തിൻ്റെ അത്തരം പ്രവർത്തനങ്ങളെ മാത്രം നിങ്ങൾക്ക് നിയന്ത്രിക്കുന്നതിനാവശ്യമായ തരത്തിലുള്ള വ്യവസ്ഥകൾ ഇതിന് ബാധകമാകും. അല്ലാത്തതിനെല്ലാം നിലവിൽ സംസ്ഥാനത്തുള്ള സംസ്ഥാന നിയമസഭ രൂപം കൊടുത്തിട്ടുള്ള കോപ്പറേറ്റീവ് നിയമങ്ങൾ, സഹകരണ നിയമങ്ങൾ തന്നെയായിരിക്കും അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ക്രമീകരണങ്ങളെ, അതിൻ്റെ നടപടിക്രമങ്ങളെ നിയന്ത്രിക്കുന്നതിന് പ്രാബല്യത്തിലുണ്ടാവുക എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അതിന് നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഇപ്പം നിലവിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനാന്തര സഹകരണ സംഘങ്ങളുടെ നിയമത്തിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ഭേദഗതി, അതുവഴി ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പല സഹകരണ സംഘങ്ങളെയും ദേശീയ തലത്തിലുള്ള അന്തർ സംസ്ഥാന തലത്തിലുള്ള വേദികളിലേക്ക് അത്തരം ഈ സഹകരണ സംഘങ്ങളിലേക്ക് ലയിപ്പിക്കുന്നതിന് അവരെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള ചില നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്നതിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ നിയമനിർമ്മാണങ്ങളും സസൂക്ഷ്മം പരിശോധിക്കേണ്ടതും അത് ഈ കേരളം പോലെയുള്ള ഇത്തരം അവിടുത്തെ നമ്മുടെ ഈ ഗ്രാമീണ മേഖലയുടെ
സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളെ എത്രമേൽ അത് എത്രമേൽ അത് സ്വാധീനിക്കും, എത്രമേൽ അത് അതിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ഗ്രാമീണ ജനത്തെ സംബന്ധിച്ചിടത്തോളം, ഗ്രാമീണ ജനസംഖ്യയെ സംബന്ധിച്ചിടത്തോളം അത് പ്രയോജനം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് എത്തും എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത്തരം നിയമങ്ങളും അതിൻ്റെ വ്യവസ്ഥകളും ഈ ഭരണഘടനയിലെ വ്യവസ്ഥകളനുസരിച്ച് ഓരോന്നും ചോദ്യം ചെയ്യപ്പെടേണ്ട അവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേരേണ്ടി വരും. കേരളം പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളും ഈ തരത്തിൽ അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞ ഭരണഘടന നമുക്ക് വ്യവസ്ഥ ചെയ്യുന്ന ഇന്ന് നിലവിലുള്ള വ്യവസ്ഥകളനുസരിച്ച് സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ആ നിയമനിർമ്മാണത്തിൻ്റെ പരിധികൾ നിശ്ചയിച്ചിട്ടുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനം എന്നുള്ള നിലയിൽ അത് പറ്റാതെ വരുമ്പോൾ മറ്റു ചില മാർഗങ്ങളിലൂടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പോലെയുള്ള നിയമങ്ങളിൽ കൊണ്ടുവരുന്ന ചില വ്യവസ്ഥകളുടെ പേരിൽ ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ റൂറൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് സംസാരിച്ചവരെല്ലാം പറഞ്ഞ പോലെ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിരുന്ന ഈ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തെ ഒരു തരത്തിൽ വളരെ കാര്യമായി ബാധിക്കുന്ന തരത്തിലുള്ള ചില നിയമങ്ങൾ പിന്നെയുണ്ട്. അതൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ചിട്ടി ഫണ്ട് നിയമം പോലെയുള്ള നിയമങ്ങൾ. ചിട്ടി ഫണ്ട് ആക്ട് കേന്ദ്ര നിയമമാണ്. ആ കേന്ദ്ര നിയമത്തിൻ്റെ പരിധിയിൽ ഈ നമ്മളുടെ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന സഹകരണ സംഘങ്ങൾ ആ ചിട്ടിക്ക് സമാനമായ രീതിയിലുള്ള സാമ്പത്തിക ക്രമീകരണ നടപടികൾ നടത്തിയിരുന്നു അവരുടെ അംഗങ്ങളുടെ തമ്മിലുള്ള അംഗീകരിച്ച വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ ചില മന്ത്ലി ഡെപ്പോസിറ്റ് സ്കീമുകൾ ഓരോ തരത്തിലുള്ള അത്തരത്തിലുള്ള ഈ സംഘാംഗങ്ങളുടെ സാമ്പത്തിക മെച്ചം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള പല നടപടികളുണ്ടായിരുന്നു. അതിലെല്ലാം ഈ കേന്ദ്ര നിയമം വഴി ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ മൂലം വലിയ നിയന്ത്രണങ്ങൾ വരികയും അത് ഒരു സൊസൈറ്റി പോലെയുള്ള ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറിയ മൂലധനമുള്ള ഒരു കാർഷിക വികസന സഹകരണ സംഘത്തെ പോലെയുള്ള സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ഉപഭോക്തൃ സഹകരണ സംഘം പോലെയുള്ള സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വെറും അടവായ്പ നൽകുന്ന വായ്പാ സഹകരണ സംഘങ്ങൾ ഒക്കെ അവരുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്ന രീതിയിൽ, അതിന് കടിഞ്ഞാണിടുന്ന രീതിയിൽ, അതിന് ഒരിക്കലും അവർക്ക് അത് പാലിച്ചുകൊണ്ട് പോകുവാൻ പറ്റാൻ കഴിയാത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഒക്കെ ഇത് രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുപോലെ ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംസ്ഥാനം ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയിൽ അതിൻ്റെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ, മധ്യപ്രദേശും മദ്രാശിയും അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ അത്തരം നിയമങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഫയൽ ചെയ്തിരുന്നു. ആ ഹർജികളെല്ലാം കൂടി വാദം കേൾക്കുന്നതിന് വേണ്ടി മദ്രാസ് ഹൈക്കോടതിയിലേക്ക് മാറ്റം ചെയ്തിട്ട് ആ മദ്രാസ് ഹൈക്കോടതി അതിൻ്റെ വാദം കേൾക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണ്. ആ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ മുൻപ് പറഞ്ഞ വ്യവസ്ഥകൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും നിർമ്മാണ പരിധിയിൽ വരുന്ന സഹകരണ സംഘ നിയമങ്ങളുടെ വ്യവസ്ഥകളിലേക്ക് എങ്ങനെ കടന്നുകയറ്റം നടത്തിയിട്ട് ഈ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിൽ, നിയന്ത്രിക്കുന്ന തരത്തിൽ, അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്ന തരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ചോദ്യം ചെയ്യുന്ന നിരവധി സംസ്ഥാനങ്ങളുടെ ഹർജികൾ ഒരുമിച്ച് മദ്രാസ് ഹൈക്കോടതിയിൽ വാദം കേൾക്കുന്നതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിതസ്ഥിതിയിൽ വർത്തമാനകാല ഇന്ത്യയിലെ ഇത്തരം പ്രവണതകൾ, അതായത് കഴിഞ്ഞ ഏതാണ്ട് 75 സ്വാതന്ത്ര്യ സമ്പാദനത്തിന് മുൻപ് തന്നെയുള്ള കാലഘട്ടത്തിൽ തന്നെ ഒരു സംസ്ഥാന വിഷയമെന്നുള്ള നിലയിൽ, ഒരു പ്രവിശ്യയുടെ വിഷയമെന്നുള്ള നിലയിൽ നടത്തിക്കൊണ്ടിരുന്ന നിയമനിർമ്മാണത്തിൻ്റെ വ്യവസ്ഥകളിൽ കാതലായ കടന്നുകയറ്റം നടത്തുന്ന തരത്തിൽ, കാതലായ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്ന തരത്തിൽ, അതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിനും സംസ്ഥാനത്ത് സഹകരണ വകുപ്പിനുമുള്ളതിനെ മേലിൽ കേന്ദ്ര ബാങ്കുകളുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ നിയന്ത്രണം കൊണ്ടുവരുന്നതിന് അവസരം നൽകുന്ന തരത്തിലുള്ള ഭേദഗതികൾ വിവിധ നിയമങ്ങളിലായിട്ട് വരിക. ആ നിയമങ്ങൾ ആ ഭരണഘടനയിലെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അതാണ് ഇന്ന് വർത്തമാനകാല
ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹകരണ നിയമത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കാണുന്ന രീതി. ആ തരത്തിലുള്ള നിയമ ഭേദഗതികൾക്കെതിരായിട്ട് ഈ സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും യോജിച്ചുള്ള നിയമ പോരാട്ടത്തിനപ്പുറം അത്തരം ഭേദഗതികളെ എതിർത്ത് കൊണ്ടുവരുന്നതിന് ആവശ്യമായ നിയമ ഭേദഗതികൾക്ക് നിർബന്ധിതമാക്കുന്ന തരത്തിലുള്ള ഒരു സമ്മർദ്ദം കേന്ദ്ര സർക്കാരിലും രൂപപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് അഖിലേന്ത്യാ തലത്തിൽ അത്തരത്തിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളുടെ യോജിച്ചുള്ള ഒരു പ്രതിരോധ നിര തീർക്കുന്നതിന് ഈ സാധിക്കണം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിന് ഈ എക്സ്പോയിൽ നടക്കുന്ന സെമിനാറുകളും ഇവിടെ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങളും ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇനി വരും നാളുകളിൽ ഇതിലും കൂടുതൽ ശക്തമായ രീതിയിലുള്ള കടന്നുകയറ്റങ്ങൾ ഈ മേഖലയിലേക്കുണ്ടാകുമെന്നുള്ള ധാരണയോടുകൂടി തന്നെ അത്തരം പ്രവർത്തനങ്ങളെ ചേർത്ത് നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സഹകരണ മേഖലയെ ശക്തിപ്പെടുന്ന തരത്തിലുള്ള സഹകരണ മേഖലയിൽ ബോധവൽക്കരണം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ സെമിനാറിന് ശേഷവും ഈ എക്സ്പോയ്ക്ക് ശേഷവും അതിൻ്റെ ഗ്രാമീണ തലത്തിലേക്ക് അതിൻ്റെ ഏറ്റവും താഴ്ന്ന തലത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു തീരുമാനത്തോടുകൂടി അതിനെതിരെ ഇന്ത്യ ഒട്ടാകെ രൂപപ്പെട്ടു വരുന്ന ഒരു സംസ്ഥാനം മാത്രമല്ല, സഹകരണ മേഖലയിൽ നമ്മളെക്കാൾ മെച്ചമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള മറ്റ് പല സംസ്ഥാനങ്ങളും അവരുടെ പ്രതിനിധികളും ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്കും അവരുടെ സ്വന്തമായ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കുവാൻ കഴിയും. കാരണം ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ ഇവിടെ ഇരിക്കുന്നു. അവർക്കും ആ സംസ്ഥാനങ്ങളിലെ ആ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തിൽ ഏതു നിലയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന തരത്തിലാണ് കേന്ദ്ര നിയമത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര നിയമത്തിൽ വരുന്ന ഭേദഗതികൾ അല്ലെങ്കിൽ ഭരണഘടനയിൽ വരുന്ന ഭേദഗതികൾ കൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇതൊരു കേരള സംസ്ഥാനത്തിൻ്റെ മാത്രം പ്രശ്നമെന്നുള്ള നിലയിൽ കാണാതെ ഇന്ത്യ ഒട്ടാകെയുള്ള സഹകരണ പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പിനെ അതിൻ്റെ ഇന്നത്തെ നിലയിലുള്ള നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ശ്രമമായിട്ട് അറ്റംപ്റ്റായിട്ട് മാത്രം കണ്ടുകൊണ്ട് അതിനെ യോജിച്ച് നേരിടുന്നതിനുള്ള പ്രവർത്തന മേഖല രൂപപ്പെടുക എന്നുള്ളത് ഈ തരത്തിലുള്ള സെമിനാറുകളുടെ ഒരു ലക്ഷ്യമായി ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. Thank you so much, sir. Now I invite Sri Rajat Kumar sir to present memento to Sri Gopalakrishna Kurupu sir. Thank you so much. For the next speech, I invite Sri Viju Krishnan sir, General Secretary, All India Kisan Sabha. Welcoming you, sir. Honorable President of this seminar, Sri C.K. Harindran MLA, Honorable Revenue Minister Sri K. Rajan, Sri Gopal Krishna Kurup, Advocate General, Kerala High Court, Sri P. Santosh Kumar, my friend from the International Cooperative Alliance, Sri Professor Shailendra from IRMA, Sri Ganesh Gopal, Dr. Pichai, and others. Firstly, I would like to congratulate the department for organizing this cooperative expo and at a very crucial juncture involving people from across the country, showcasing the successes of the cooperative sector in Kerala and also raising the issues of the present day, the contemporary issues before the cooperative sector. I would like to firstly thank Sri Gopal Krishna Kurup. In very simple language, he has explained the entire aspect, the main topic, which is constitutional promise for cooperatives,
in detail, literally leaving no space for others to speak on those issues. So I think I need not once again delve on those matters in detail, but I would like to place some views on the topic on discussion, and also would be keen to listen to the other speakers here. I was hoping for Sri Shashi Tharoor also to be here because I think the struggle ahead, we require to have a united struggle to protect the rights of cooperatives, not just in Kerala, across the federal rights of states, across the country. It is very much required that we have a united struggle. And it is not only in the cooperative sector, there has been an encroachment by the central government. It has been also in other fields. We have seen in the recent times how in different states you have the role played by the governors in different sectors, especially in the education sector, in appointment of vice chancellors and so on. There is repeatedly intervention by the governors. The governors are also not allowing for some of the bills passed by the state legislative assemblies. It is not, the governors are not providing assent for it, and it is not being passed. Recently, the Tamil Nadu High Court went on the Tamil Nadu governor's role. The courts were very clear that the governor is actually transgressing on the and going far ahead of what a governor has to do within the constitutional framework of our country. Despite that, you find even in Kerala there is talk whether that particular judgment is applicable for a state like Kerala. I think today, like never before, the federal rights are being attacked. We saw that during the farmers' struggle, the historic struggle of the farmers. 3 farm acts were brought, which, like cooperatives, agriculture also is primarily under the states. How the 3 farm acts were brought through the as central acts pushed through the parliament, and it required a 1-year-old struggle, 1-year-long struggle, in which 736 of our fellow farmers died during that struggle in extreme cold and in the rains and extreme heat, that 380 days long struggle. And that was during the COVID period when much of the world was inside their homes under the lockdown. That is when the farmers came out and led that struggle, risking their lives, understanding very well if those acts are implemented, then Indian farmers, Indian agriculture does not have a future. Today, in the cooperative sector, there is need for that kind of a united struggle, because it's not just the question of Kerala. But yes, Kerala has certain unique features. Sir mentioned how in 1904 the first legislation was brought during the British colonial rule. And from then on, within I think about 6 years or so, you had the first cooperative, if my memory is right, in Palakkad in Kannambra. And then onwards, the cooperatives which have come. Throughout the world, these cooperatives are also being acclaimed. The ULCCS, for instance, is more than a century old. And globally, the World Monitor of Cooperatives places it, I think, first or second in the entire world. And similarly now, you have the Kerala Bank, which is in Asia, it is placed number 1. And in the World Cooperative Monitor, it is placed 8. So that is the kind of advance that the cooperatives in Kerala has had, starting from, but if you look at how it has started, is it a bureaucratic exercise? Is it a government that has gone ahead with these cooperatives? We have to look at that history also. I come from the Malabar region. There have been different struggles against the feudal landlords. In the times when famines were there, for occupying the grains and distributing it to the poor, to the hungry. And that later put pressure to ensure a ration system is there. Many of these areas, those later ended up as, those groups ended up as cooperatives also. There were the community thrift societies which were there.
Aikya Nanya Sangams, which are there. That was something which emerged during those times. From 1920s onwards, if you see the, from ULCCS also if you see, how the workers came together, and this is rooted in the social reform movement as well as the anti-feudal, anti-colonial struggle that was going on. That is the unique feature of the cooperatives in Kerala, and the workers and peasantry have set up some of these cooperatives. If you look at some of the cooperatives here, I am more so because there is an audience from outside Kerala also, that for instance the BD workers, they came up with the Kerala Dinesh BD Cooperative Society. When the capitalist sections were oppressing the working class, the workers decided to unite and form the Kerala Dinesh BD Cooperative Society. You have and that is the most vulnerable section of society, economically and also socially in those days, the most vulnerable sections who have come together to form the cooperative society, workers cooperative there, and managed to challenge the capitalist sections, and especially based in Mangalore at that time. And similarly, you have cooperatives of the toddy tappers in Kerala. Again, socially, if you see an oppressed section, from that section you have the traditional industry, coir and others, you have the cooperative sector. That is from where the cooperative sector has developed in Kerala. And like other speakers have mentioned, more than the population of Kerala, you have membership in the cooperatives. Am I right, sir? It is more than 3.5 crore membership, because there is every possibility that people will be enrolled in more than one cooperatives also. That is the almost omnipresent kind of situation of cooperatives in Kerala. And that has provided employment in the, to a lot of people. It is providing affordable credit to the agricultural sector. The important example which was mentioned by our Honorable Minister Rajan when the Wayanad calamity took place, while the central government is not extending support, the Kerala Cooperative Bank decided to waive off the loans of the victim families. So that kind of an intervention has been going on from the cooperatives in Kerala. Today, in the name of this encroachment into the rights of the states which is there, you are finding using the Enforcement Directorate, the PMLA and such acts, they are trying to curtail the activities of the cooperatives here. And that is, in effect, if you see the constitutional amendment which had come, and in 2011 itself, this is during the UPA government, in 2011 itself the Gujarat High Court declared that the constitutional amendment which is infringing on the federal rights of states is actually ultra vires null and void. It is not constitutionally acceptable. But the government went to the court in 2021. Again, the Supreme Court upheld except the part linked to the multi-state, which sir has explained in detail. But now using the multi-state cooperatives, they are trying to again infringe. There are other ways in which also they are intervening. Today, if you are looking, I very much wanted Shashi Tharoor to be here, coming from the Congress representing the UDF, because if you look at the Kerala experience is there, but in 1958, if I remember right, in the third cooperative conference, Indian Cooperative Conference, it is Pandit Nehru who mentioned and envisaged that you have to extend cooperatives to all villages, take it down to all villages, and that will lead to an economic transformation. Surely the experience, his visit to the Soviet Union and cooperatives there and all that could have influenced his thought process maybe, but that is something which today is being attacked. Today is being, it could have been a vehicle of economic change, and in Kerala it has been a backbone of the economy. But even in Kerala, we need to think beyond what is existing now. There are the cooperative credit societies,
but whether that is enough. You are having a situation wherein increasingly the central government is curtailing the funds that a state is due to a state, or timing the disbursal of fund in such a way that it can help them electorally in some way, the political party electorally. I want to give an example about the paddy procurement. Kerala pays the highest for paddy procurement, 2,820 or so, whereas I have seen there is almost no procurement in Bihar, Jharkhand, Odisha and these states. My friend who was a student in JNU along with me cultivates 7 acres of paddy in Navada district of Bihar. I asked him, how much did you sell your paddy for? He told me 1,200 rupees. If a farmer in Kerala is getting 2,820, why is it that a farmer in Bihar is not even getting the MSP that has been announced by the Modi government? We are not saying give more than that. The Bihar farmers will be happy, Bihar, Odisha, Jharkhand farmers will be happy if they get 2,300, which is the MSP. They are getting almost 50% of that. That is a system. There are the primary agriculture credit societies are there, which are supposed to procure, but that has been stopped. The APMC Act has been scrapped in 2006 in Bihar. The 3 farm acts, one of the act was to do away with the APMC Act. And the earlier Congress government brought these acts. If you look at the 2019 manifesto of the Congress, it says that the 5 years of Modi government has pushed the clock of reforms backward. So if Congress is elected to power, we will further deregularize. The restrictions which are there, that would be withdrawn. APMC Act will be done away with. Essential Commodity Act will be done away with. And contract farming is something which they already proposed. There is a significant difference between the approach of the Congress and the BJP. That is important. The Congress tried to bring these acts through the states. They tried to pressurize the states to bring it. The BJP instead tried to impose it from the center. There's that difference. Congress, at least that much respect for the federal rights of the state was there. Today now, the BJP's government has come with the draft national policy framework on agricultural marketing, that they are using the other route, trying to pressurize the states. Already Punjab and Kerala has decided they are not going to implement that. So at every field, you see, I would like to give the example of the Trivandrum airport. The land belongs to Kerala government. Kerala government said we'll run it, but they said no, it will be given to Adanis. So that this one is something you have to understand. Now coming to the way ahead for the cooperatives, we need to think out of the box. How to overcome, one is this financial constraints deliberately created by the central government. The other is to more innovatively intervene in the Kerala society, other than credit and deposits and loans alone. How in the processing, value addition, marketing and so on, whether we can intervene. That is very important because that could bring in a lot of employment could be generated. There could be better earning. It is not just the price decided by the central government of MSP, or in Kerala it is also commercial crops, but you see the kind of profits some of the corporate companies are earning through agro-processing. I want to give an example of coffee. In 2000, when I was doing my PhD, the farmers in Wayanad were getting about 16 to 20 rupees per kg of coffee. Nestle Blend 37 at that time was being sold for 5,600 rupees at that time. Farmers were getting 20 rupees. Yes, you add processing, value addition, packaging, advertising, transport, all these costs. But you see the humongous nature of profit. Today farmers
just a year ago were getting about 100 or 120 rupees per kg. This year, I think coffee has fetched better prices. Nestle Blend 37 is selling at 12,000 rupees a kg, 1 kg of coffee. So there is a huge profit. When the price crash is happening in some of these commodities, the price crash, the burden of price crash, the volatile world market prices, that is transferred to the farmers, but when there is a price rise in the market, that does not accrue to the farmers. This is a situation, but the big multinational companies are intervening in such a way that they are earning super profits and they are only interested in maximizing profits. That is where cooperatives have a different approach. It is a collective effort. I would just like to end with one more example from the Americas, that is the Pachamama coffee. It is not restricted to one country. More than, I think, 4 or 5 countries, farmers in 4 or 5 countries have come together in the Pachamama coffee. Their catchword is that it's not just production, ownership. Farmers own it. So whatever surplus is generated is also plowed back into the farming community. That will lead to a viable agriculture. That is something which we have to look into. Similarly, the businesses of Kerala Cooperative Bank, more than 1 lakh crore, that is the highest in Kerala, in India, as far as transactions are concerned. So if you look at that, this huge amount of funds that are there with cooperatives, how you can use it in a better way so that some of the problems of the due to financial constraints deliberately created by the central government, that can be overcome. That is something to be thought about. Our Honorable Finance Minister, Sri K.N. Balagopal, is here. He will surely throw more light how we can intervene on this. We have had interactions many times before, and I don't want to prolong my speech here. I think it is required today, especially I would be very clearly like to say that the LDF as well as the UDF has had a role in promoting the cooperatives. Surely during the left movement has had a much bigger role in that, but both have had a role. The present infringement on the rights of the states as far as cooperatives is concerned, the UDF should also play a role in resisting this kind of infringement. That is very much required. That there is a third sector, political sector, which will not be interested in protecting this sector. They have an agenda, through the farmer producer companies and through farmer producer organizations, they are making an effort to enter into the Kerala society, which they could not so far do through the cooperative movement. So that is there. So that's why dismantling the cooperative sector is of great importance for the BJP and the Amit Shah taking over cooperative ministry also. I feel there is a I am a political being. I would like to state here that there is a larger hidden agenda, and Kerala is top on that agenda. Thank you, friends. Thank you, sir. I request Sri Rajit Kumar sir to give the memento to Sri Viju Krishnan sir. Next, I invite Sri K.N. Balagopal, Honorable Minister for Finance, to the stage.